അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂന്നാം ക്ലാസ്സിലെ ഫിഖഹിൻ്റെ ചില പാഠങ്ങൾ നമുക്ക് നോക്കാം. ഫിഖഹിൽ ഒന്നാമത്തെ പാഠം നിസ്കാരം എന്നതാണ്. നിസ്കാരത്തെക്കുറിച്ചാണ് ഒന്നാമത്തെ പാഠം വിവരിക്കുന്നത്. നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ആ നിസ്കാരത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മാത്രമാണ് ഈ പാഠത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് പാഠഭാഗങ്ങൾ ആദ്യം നോക്കാം. ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം. ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാകുന്നു. ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണമാണ്. അതിൽ രണ്ടാമത്തേത് നിസ്കാരമാണ്. നിസ്കാരം ദീനിൻ്റെ തൂണാണ്. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. നിസ്കാരം നിർബന്ധമാകാൻ പ്രായപൂർത്തിയാകണം, ബുദ്ധിയുണ്ടാകണം, ശുദ്ധിയുമുണ്ടാകണം, മുസ്ലിമുമായിരിക്കണം. 7 വയസ്സായാൽ കുട്ടികളോട് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുക. ഇത് രക്ഷിതാക്കളുടെ കടമയാണ്. സമയനിഷ്ഠ. നിസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് നിർവഹിക്കണമല്ലോ. അതിനെയാണ് സമയനിഷ്ഠ എന്ന് പറയുന്നത്. 5 നേരമാണ് നിസ്കാരം. ഓരോ നിസ്കാരവും അതിൻ്റേതായ സമയത്ത് തന്നെ നിർവഹിക്കേണ്ടതാണ്. ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാൻ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നിസ്കാരത്തിൻ്റെ ആദ്യ സമയം എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുത്തത് മുതലുള്ള സമയത്തെയാണ്. തുടക്കത്തിലുള്ള ആ സമയം ആദ്യ സമയമാണ്. ആ സമയത്ത് തന്നെ നിസ്കരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നിസ്കാരം അതിൻ്റെ സമയത്തെ വിട്ട് പിന്തിക്കാവതല്ല. നിസ്കാരം അതിൻ്റെ സമയം കഴിഞ്ഞ് മറ്റൊരു സമയത്ത് നിസ്കരിക്കുക എന്നുള്ളത് ശരിയല്ല. ഉറക്കമോ മറവിയോ കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ കുറ്റക്കാരനാവുകയില്ല. ഒരാളുടെ നിസ്കാരം നഷ്ടപ്പെട്ടത് ഉറക്കം കൊണ്ടോ അല്ലെങ്കിൽ മറന്നുകൊണ്ടോ ആണെങ്കിൽ അവൻ്റെ നിസ്കാരം നഷ്ടപ്പെട്ടതുകൊണ്ട് അവൻ കുറ്റക്കാരനാകുന്നതല്ല. എന്നാൽ അതിനെ ഖളാ വീട്ടൽ വാജിബാണ്. നഷ്ടപ്പെട്ടു പോയാലും ആ നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ്. നമുക്ക് പാഠഭാഗത്തിലുള്ള തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാം എന്നതാണ്. ചോദ്യം 1. നിസ്കാരം നിർബന്ധമുള്ളത് ആർക്ക്? നിസ്കാരം നിർബന്ധമുള്ളത് ആർക്ക്? ഉത്തരം: പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ്. ചോദ്യം 2. രക്ഷിതാക്കളുടെ കടമ എന്ത്? രക്ഷിതാക്കളുടെ കടമ എന്ത്? ഉത്തരം: 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുക. ഇത് രക്ഷിതാക്കളുടെ കടമയാണ്. 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുക. ഇത് രക്ഷിതാക്കളുടെ കടമയാണ്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ചോദ്യം 1. ഇസ്ലാം കാര്യങ്ങളിൽ ഡേഷ് നിസ്കാരമാകുന്നു. അതിൻ്റെ ശരിയായ ഭാഗം: ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാകുന്നു. ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാകുന്നു. ചോദ്യം 2. നിസ്കാരം ഡേഷ് തൂണാണ്. നിസ്കാരം ദീനിൻ്റെ തൂണാണ്. നിസ്കാരം ദീനിൻ്റെ തൂണാണ്. ചോദ്യം 3. ശാരീരിക ഡേഷ് നിസ്കാരം. ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം. ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം. അടുത്ത ചോദ്യം:
ശരി അടയാളപ്പെടുത്താം എന്നതാണ്. ഒന്ന്, നിസ്കരിക്കേണ്ട സമയം. അവസാന സമയം, സമയത്തിന് ശേഷം ആദ്യ സമയം. ആദ്യ സമയം എന്നുള്ളതാണ് ശരി. ചോദ്യം 2, നിസ്കാരം പിന്തിക്കാൻ പറ്റാത്ത കാരണം. നിസ്കാരം പിന്തിക്കാൻ പറ്റാത്ത കാരണം. ഉത്തരം ഇവിടെ 3 ഓപ്ഷനാണുള്ളത്. ഉറക്കം, കളി, മറവി. കളി എന്നുള്ളതാണ് ഇവിടെ ശരിയാക്കുക. നിസ്കാരം പിന്തിക്കാൻ പറ്റാത്ത കാരണം ഇതിൽ കളിയാണ്. കളിയുണ്ടെങ്കിൽ നിസ്കാരം പിന്തിക്കാൻ പറ്റില്ല. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം ഹദീസ് മനപാഠമാക്കാം. അസ്വലാത്തു ഇമാദുദ്ദീൻ. അസ്വലാത്തു ഇമാദുദ്ദീൻ. നിസ്കാരം ദീനിൻ്റെ തൂണാകുന്നു. നിസ്കാരം ദീനിൻ്റെ തൂണാകുന്നു. ഫിഖ്ഹിൻ്റെ 2ാമത്തെ പാഠം നോക്കാം. 3ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ 2ാമത്തെ പാഠം നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, ഇതാണ് പാഠത്തിൻ്റെ പേര്. നമുക്ക് ഈ പാഠത്തിലൂടെ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ പഠിക്കാം. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ നമ്മൾ നേരത്തെ അറിഞ്ഞതായിരിക്കും. എന്നാൽ നമുക്ക് ഒന്നുകൂടി നോക്കാം. പാഠഭാഗം നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 ആകുന്നു. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 ആകുന്നു. 1, ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക. ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക. 2, നജസിൽ നിന്ന് ശുദ്ധിയാവുക. നജസിൽ നിന്ന് ശുദ്ധിയാവുക. 3, ഔറത്ത് മറക്കുക. 3, ഔറത്ത് മറക്കുക. 4, സമയം ആവുകയും ആയെന്ന് അറിയുകയും ചെയ്യുക. സമയമാവുകയും ആയെന്ന് അറിയുകയും ചെയ്യുക. 5, ഖിബിലക്ക് മുന്നിടുക. 5, ഖിബിലക്ക് മുന്നിടുക. ഒന്നുകൂടി നോക്കാം. 1, ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക. 2, നജസിൽ നിന്ന് ശുദ്ധിയാവുക. 3, ഔറത്ത് മറക്കുക. 4, സമയമാവുകയും ആയെന്ന് അറിയുകയും ചെയ്യുക. 5, ഖിബിലക്ക് മുന്നിടുക. ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക എന്ന് പറഞ്ഞാൽ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ നാം വുളൂ ചെയ്യണം. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ കുളിക്കണം. ഇങ്ങനെ ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയായിരിക്കണം നിസ്കരിക്കുന്നതിന് മുമ്പ്. 2, നജസിൽ നിന്ന് ശുദ്ധിയാവണം. നമ്മുടെ ശരീരത്തിലോ വസ്ത്രങ്ങളിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ എന്തെങ്കിലും നജസുകളുണ്ടെങ്കിൽ അതിനെ നമ്മൾ ശുദ്ധിയാക്കണം. 3ാമത്തേത് ഔറത്ത് മറക്കണം. നമ്മുടെ ശരീരം മറയുന്ന രൂപത്തിലായിരിക്കണം വസ്ത്രം നാം ധരിക്കേണ്ടത്. 4ാമത്തേത് സമയമാവുകയും ആയെന്നറിയുകയും ചെയ്യുക. അഥവാ ഓരോ നിസ്കാരത്തിനും അതിൻ്റേതായ സമയമുണ്ട്. ആ സമയം ആവുകയും വേണം, ആയെന്ന് അറിയുകയും വേണം. 5ാമത്തേത് ഖിബിലക്ക് മുന്നിടുക. നാം കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. ആ നിസ്കാരം നമ്മൾ കൃത്യമായും ഖിബിലയിലേക്ക് മുന്നിട്ടാണ് നിസ്കരിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യവും കൂടി ഉണ്ടാവുക. ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൻ്റെ 1ാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1, നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്നാൽ എന്ത്? ഉത്തരം, നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. ചോദ്യം 2, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്ര? ഉത്തരം 5. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5.
ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, നിസ്കാരത്തിൻ്റെ 5 ഷർത്തുകൾ എഴുതാം. നിസ്കാരത്തിൻ്റെ 5 ഷർത്തുകൾ: 1. ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക. 2. നജസിൽ നിന്ന് ശുദ്ധിയാവുക. 3. ഔറത്ത് മറക്കുക. 4. സമയമാവുകയും ആയെന്ന് അറിയുകയും ചെയ്യുക. 5. ഖിബിലക്ക് മുന്നിടുക. ഇങ്ങനെയാണ് നമ്മൾ നിസ്കാരത്തിൻ്റെ ഷർത്തുകളൊക്കെ പഠിക്കേണ്ടത്. 5 ഷർത്തുകളും കൃത്യമായി പഠിക്കുക. ഓരോന്നും നമ്മൾ അതിൻ്റേതായ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുക. നമുക്ക് 3-ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ 3-ാമത്തെ പാഠം നോക്കാം. ഫിഖ്ഹിൻ്റെ 3-ാമത്തെ പാഠം ശുദ്ധിയാവൽ എന്നതാണ്. ശുദ്ധിയെക്കുറിച്ചാണ് ഈ പാഠത്തിലൂടെ പ്രതിപാദിക്കുന്നത്. നമുക്ക് നോക്കാം. നിസ്കാരത്തിന് വേണ്ടി നാം ശുദ്ധിയാവണം. ശുദ്ധി 2 തരത്തിലുണ്ട്. 1. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. 1. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. വുളൂ ഇല്ലാത്ത അവസ്ഥയാണ് ചെറിയ അശുദ്ധി. വുളൂ ഇല്ലാത്ത അവസ്ഥയെയാണ് ചെറിയ അശുദ്ധി എന്ന് പറയുന്നത്. അതിൽ നിന്ന് നാം ശുദ്ധിയാവാൻ വുളൂ ചെയ്യണം. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വുളൂ ചെയ്യണം. കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ് വലിയ അശുദ്ധി. കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ് വലിയ അശുദ്ധി. അതിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം. അതിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം. 2. നജസിൽ നിന്ന് ശുദ്ധിയാവൽ. നിസ്കാരത്തിന് മുമ്പ് നമ്മുടെ ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ നജസുകളിൽ നിന്ന് ശുദ്ധിയാവണം. നിസ്കാരത്തിന് മുമ്പ് നമ്മുടെ ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ നജസുകളിൽ നിന്ന് ശുദ്ധിയാക്കണം. നജസുകൾ ഏതെല്ലാം എന്ന് നോക്കാം. മലം, മൂത്രം, രക്തം, ചലം, ഛർദ്ദിച്ചത്, ലഹരിദ്രാവകം, നായ, പന്നി, ശവം തുടങ്ങിയവ നജസുകളാണ്. മലം, മൂത്രം, രക്തം, ചലം, ഛർദ്ദിച്ചത്, ലഹരിദ്രാവകം, നായ, പന്നി, ശവം തുടങ്ങിയവ നജസുകളാണ്. എന്നാൽ മനുഷ്യൻ, മത്സ്യം, വെട്ടുകിളി എന്നിവയുടെ ശവം നജസല്ല. മനുഷ്യന്, മത്സ്യം, വെട്ടുകിളി എന്നിവയുടെ ശവം നജസല്ല. ഇനി നമുക്ക് നജസായാൽ ശുദ്ധിയാക്കേണ്ട രൂപം എങ്ങനെയാണ് അതും കൂടി നോക്കാം. നജസുകളുടെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. ഒരു നജസ് ആയാൽ ആ നജസുകളുടെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. എന്നാൽ നായ, പന്നി എന്നിവ കൊണ്ട് നജസായാൽ 7 തവണ കഴുകണം. നായ, പന്നി എന്നിവ കൊണ്ട് നജസായാൽ 7 തവണ കഴുകണം. അതിൽ 1 തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. 7 തവണ കഴുകിയതിൽ 1 തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. ഇനി നമുക്ക് പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൻ്റെ 1-ാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ചോദ്യം 1. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ. അതിൻ്റെ പൂർണ്ണമായ രൂപം: ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വുളൂ ചെയ്യണം. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വുളൂ ചെയ്യണം. 2. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ. അതിൻ്റെ പൂർണ്ണമായ രൂപം: വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം. 3. നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഡേഷ് എന്നിവ നജസുകളിൽ നിന്ന് ശുദ്ധിയാക്കണം. അതിൻ്റെ പൂർണ്ണമായ രൂപം: നിസ്കാരത്തിന് മുമ്പ് നമ്മുടെ ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ നജസുകളിൽ നിന്ന് ശുദ്ധിയാക്കണം. നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം,
വസ്ത്രം, സ്ഥലം എന്നിവ നജസുകളിൽ നിന്ന് ശുദ്ധിയാക്കണം. ചോദ്യം 4. നജസുകളുടെ ഡേഷ് എന്നിവ നീങ്ങുന്നതുവരെ കഴുകണം. അതിൻ്റെ പൂർണ്ണമായ രൂപം: നജസുകളുടെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നതുവരെ കഴുകണം. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ചർച്ച ചെയ്യാമെന്നതാണ്. ചോദ്യം 1. നായ നമ്മെ സ്പർശിക്കുന്നത് ശ്രദ്ധിക്കണം, കാരണമെന്ത്? നായ നമ്മെ സ്പർശിക്കുന്നത് ശ്രദ്ധിക്കണം, കാരണമെന്ത്? ഉത്തരം: നായ, പന്നി എന്നിവ കൊണ്ട് നജസായാൽ 7 തവണ കഴുകണം. അതിൽ 1 തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. ചോദ്യം 2. നമ്മുടെ വസ്ത്രത്തിൽ മൂത്രം ആയാൽ അത് എങ്ങനെ വൃത്തിയാക്കണം? ഉത്തരം: നജസുകളുടെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. 3. ചെറിയ കുട്ടികളുടെ മൂത്രവും മലവും നജസിൽ ഉൾപ്പെടുമോ? ഉൾപ്പെടും. ചെറിയ കുട്ടികളുടെ മൂത്രവും മലവും നജസിൽ ഉൾപ്പെടും. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നജസുകൾക്ക് നേരെ ശരി അടയാളപ്പെടുത്താം. താഴെ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് നജസ് എന്ന് നോക്കാം. രക്തം നജസാണ്. കഫം നജസല്ല. മൂത്രം നജസാണ്. ചത്ത മത്സ്യം നജസല്ല. കണ്ണുനീർ നജസല്ല. ചലം നജസാണ്. അപ്പോൾ നജസിനെയാണ് നമ്മൾ വേർതിരിച്ചത്. ഇതിൽ രക്തം, മൂത്രം, ചലം എന്നിവ നജസിൽ പെടുന്നതാണ്. മൂന്നാം ക്ലാസ്സിലെ ഫിഖഹിൻ്റെ 4ാമത്തെ പാഠം നോക്കാം. ഫിഖഹിലെ 4ാമത്തെ പാഠം വുളൂഇൻ്റെ ഷർത്തുകൾ എന്നതാണ്. വുളൂഇൻ്റെ ഷർത്തുകൾ നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാം. വുളൂ ശരിയാവാൻ ചില നിബന്ധനകളുണ്ട്. അവക്ക് വുളൂഇൻ്റെ ഷർത്തുകൾ എന്ന് പറയുന്നു. വുളൂ ശരിയാവാൻ ചില നിബന്ധനകളുണ്ട്. അവക്ക് വുളൂഇൻ്റെ ഷർത്തുകൾ എന്ന് പറയുന്നു. അവ 5 ആകുന്നു. 1. വെള്ളം തഹൂറായിരിക്കുക. വെള്ളം തഹൂറായിരിക്കുക അഥവാ വെള്ളം ശുദ്ധിയുള്ളതായിരിക്കുക. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ് തഹൂർ. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ് തഹൂർ. അശുദ്ധികൾ ഉയർത്താനും നജസുകൾ നീക്കാനും തഹൂറായ വെള്ളം തന്നെ വേണം. അശുദ്ധികൾ ഉയർത്താനും നജസുകൾ നീക്കാനും തഹൂറായ വെള്ളം തന്നെ വേണം. 2. കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക. കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം. നനഞ്ഞാൽ മാത്രം മതിയാകുന്നതല്ല. കഴുകപ്പെടുന്ന അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ മുഖം, കൈ, കാൽ എന്നിവ കഴുകുക തന്നെ വേണം. അത് തടവിക്കൊണ്ട് നനപ്പിച്ചാൽ മതിയാകുന്നതല്ല എന്നർത്ഥം. 3. വെള്ളത്തെ പകർച്ചയാക്കുന്ന ചായം പോലെയുള്ളവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. വെള്ളത്തെ പകർച്ചയാക്കുന്ന രൂപത്തിലുള്ള ചായം പോലെയുള്ളവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 4. വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കണം. പശ, ഉറച്ച എണ്ണ, കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി തുടങ്ങിയവ വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കളാണ്. പശ, ഉറച്ച എണ്ണ, കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി തുടങ്ങിയവ വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കളാണ്. നഖത്തിനുള്ളിൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന അഴുക്ക് പോലെയുള്ളവ നീക്കണം. നഖത്തിനുള്ളിൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന അഴുക്ക് പോലെയുള്ളവ നീക്കണം. 5.
നിത്യാശുദ്ധിയുള്ളവർക്ക് സമയം ആവുക. നിത്യാശുദ്ധിയുള്ളവർക്ക് സമയം ആവുക. മൂത്രവാർച്ച പോലെയുള്ള നിത്യാശുദ്ധിയുള്ളവർ ഫർള് നിസ്കാരങ്ങൾക്കും സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾക്കും സമയം ആയ ശേഷം മാത്രമേ വുളൂ ചെയ്യാൻ പാടുള്ളൂ. മൂത്രവാർച്ച പോലെയുള്ള നിത്യാശുദ്ധിയുള്ളവർ ഫർള് നിസ്കാരങ്ങൾക്കും സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾക്കും സമയം ആയ ശേഷം മാത്രമേ വുളൂ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാം. ചോദ്യം 1. വുളൂഇൻ്റെ ഷർത്തുകൾ എത്ര? വുളൂഇൻ്റെ ഷർത്തുകൾ എത്ര? ഉത്തരം: വുളൂഇൻ്റെ ഷർത്തുകൾ 5 ആകുന്നു. ചോദ്യം 2. വുളൂഇൻ്റെ മൂന്നാമത്തെ ഷർത്ത് ഏത്? വുളൂഇൻ്റെ മൂന്നാമത്തെ ഷർത്ത് ഏത്? ഉത്തരം: വെള്ളത്തെ പകർച്ചയാക്കുന്ന ചായം പോലെയുള്ളവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. ചോദ്യം 3. വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ ഏതെല്ലാം? വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ ഏതെല്ലാം? ഉത്തരം: മുഖം, കൈ, കാൽ. മുഖം, കൈകൾ, കാലുകൾ. ചോദ്യം 4. നിത്യ അശുദ്ധിക്കാർ സമയം ആയ ശേഷം മാത്രം വുളൂ ചെയ്യേണ്ട നിസ്കാരങ്ങൾ ഏവ? നിത്യ അശുദ്ധിക്കാർ സമയമായ ശേഷം മാത്രം വുളൂ ചെയ്യേണ്ട നിസ്കാരങ്ങൾ ഏവ? ഉത്തരം: ഫർള് നിസ്കാരങ്ങൾക്കും സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾക്കും. ഫർള് നിസ്കാരങ്ങൾക്കും സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾക്കും. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഉദാഹരണങ്ങൾ കണ്ടെത്താം. ചോദ്യം 1. തഹൂറായ വെള്ളം. തഹൂറായ വെള്ളം, അതിൻ്റെ ഉദാഹരണം: കിണറിലെ വെള്ളം, നദിയിലെ വെള്ളം, കുളത്തിലെ വെള്ളം. ഇവകളൊക്കെ തഹൂറായ വെള്ളമാണ്. 2. തഹൂറല്ലാത്ത വെള്ളം. തഹൂറല്ലാത്ത വെള്ളം: കഞ്ഞിവെള്ളം, അതുപോലെ സർബത്തുകൾ, പൊണ്ടത്തിൻ്റെ വെള്ളം. ഇവകളൊക്കെ തഹൂറല്ലാത്ത താഹിറായതോ മറ്റോ വെള്ളമാണ്. ചോദ്യം 3. വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ. വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ. ഉദാഹരണം: പശ, ഉറച്ച എണ്ണ, കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി. പശ, ഉറച്ച എണ്ണ, കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ശരി തെറ്റുകൾ രേഖപ്പെടുത്താം. ചോദ്യം 1. ഇളനീർ വെള്ളം കൊണ്ട് വുളൂ ചെയ്യുന്നു. തെറ്റാണ്. ഇളനീർ വെള്ളം കൊണ്ട് വുളൂ ചെയ്യുന്നു. തെറ്റാണ്. ചോദ്യം 2. വുളൂ ചെയ്യും മുമ്പ് കയ്യിലുള്ള പെയിൻറ്റ് നീക്കം ചെയ്യുന്നു. ശരിയാണ്. വുളൂ ചെയ്യും മുമ്പ് കയ്യിലുള്ള പെയിൻറ്റ് നീക്കം ചെയ്യുന്നു. ശരിയാണ്. ഫിഖ്ഹിൻ്റെ 5ാമത്തെ പാഠം, 3ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ 5ാമത്തെ പാഠം വുളൂഇൻ്റെ ഫർളുകൾ എന്നതാണ്. വുളൂഇൻ്റെ ഫർളുകളാണ് ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. വുളൂഇൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് വുളൂഇൻ്റെ ഫർളുകൾ. വുളൂഇൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് വുളൂഇൻ്റെ ഫർളുകൾ. അവ 6 ആകുന്നു. വുളൂഇൻ്റെ ഫർളുകൾ 6 ആകുന്നു. 1. നിയ്യത്ത് ചെയ്യുക. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. ഇങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. മുഖം കഴുകുന്നതോടൊപ്പമാണ് വുളൂഇൻ്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്യേണ്ടത്. മുഖം കഴുകുന്ന സമയത്ത് തന്നെയായിരിക്കണം, മുഖം കഴുകുന്നതോടൊപ്പമായിരിക്കണം ഈ ഫർളിൻ്റെ നിയ്യത്ത് ചെയ്യേണ്ടത്. 2. മുഖം കഴുകുക. മുഖം കഴുകലോടെയാണ് നിയ്യത്ത് വെക്കേണ്ടത് എന്ന് പറഞ്ഞു. രണ്ടും ഒന്നിച്ച്
ചെയ്യുമ്പോഴാണ് 2 ഫർളുകൾ അവിടെ ആകുന്നത്. 3 2 കൈയും മുട്ടോടുകൂടി കഴുകുക. കൈ രണ്ടും മുട്ടോടുകൂടി കഴുകണം, അഥവാ മുട്ട് ഉൾപ്പെടുന്ന രൂപത്തിലായിരിക്കണം കൈകൾ കഴുകേണ്ടത്. 4 തലയിൽ നിന്ന് അല്പം തടവുക. തലയിൽ നിന്ന് അല്പം തടവുക. 5 2 കാലുകളും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. 2 കാലുകളും ഞെരിയാണി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കഴുകുക. 6 ഇവയെല്ലാം വഴിക്ക് വഴിയായി ചെയ്യുക. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മുഖം കഴുകുന്നതോടൊപ്പം നിയത്ത് ചെയ്യുക, 2 കൈയും മുട്ടോടുകൂടി കഴുകുക, തലയിൽ നിന്ന് അല്പം തടവുക, 2 കാലുകളും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. ഇത് വഴിക്ക് വഴിയായി തന്നെ ചെയ്യണം, അഥവാ ഓർഡറിലായി തന്നെ ചെയ്യണം. ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നമുക്ക് നോക്കാം. ക്രമ നമ്പർ ചേർക്കാം എന്നതാണ്. ഇവിടെ നമ്മൾ ക്രമ നമ്പർ 2ാമത് നൽകിയ മുഖം കഴുകുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. 1ാമതായി നൽകിയ കൈ കഴുകുന്നതാണ് 2ാമത് ചെയ്യേണ്ടത്. അവസാനം 4ാമതായി നൽകിയ തല തടവുക എന്നുള്ളതാണ് 3ാമത് ചെയ്യേണ്ടത്. അവസാനമാണ് 3ാമതായി നൽകിയ കാൽ കഴുകുക എന്നുള്ളത് ചെയ്യേണ്ടത്. അപ്പോൾ മുഖം കഴുകുക, കൈ രണ്ടും കഴുകുക, തല തടവുക, കാലുകൾ കഴുകുക. ഇങ്ങനെയാണ് അതിൻ്റെ ക്രമമായ രൂപം. ഇതിൻ്റെ തദ്രീബാത്ത് നമുക്ക് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ ഭാഗം ശരിയാക്കി എഴുതാം എന്നതാണ്. വുളൂഇൻ്റെ ഫർളുകൾ 5 ആകുന്നു. തെറ്റാണ്. വുളൂഇൻ്റെ ഫർളുകൾ 6 ആകുന്നു. വുളൂഇൻ്റെ ഫർളുകൾ 6 ആകുന്നു. ചോദ്യം 2, തല തടവിയതിന് ശേഷമാണ് കൈ കഴുകേണ്ടത്. തല തടവിയതിന് ശേഷമാണ് കൈ കഴുകേണ്ടത്. അതിന് ശരിയാക്കി എഴുതേണ്ടത് തല തടവിയതിന് ശേഷമാണ് കാലുകൾ കഴുകേണ്ടത്. തല തടവിയതിന് ശേഷമാണ് കാലുകൾ കഴുകേണ്ടത്. അടുത്ത മുഖം കഴുകിയ 3ാമത്തേത് മുഖം കഴുകിയതിന് ശേഷമാണ് നിയത്ത് ചെയ്യേണ്ടത്. മുഖം കഴുകിയതിന് ശേഷമാണ് നിയത്ത് ചെയ്യേണ്ടത്. അതിൻ്റെ ശരിയായത് മുഖം കഴുകുന്നതോടൊപ്പമാണ് നിയത്ത് ചെയ്യേണ്ടത്. മുഖം കഴുകുന്നതോടൊപ്പമാണ് നിയത്ത് ചെയ്യേണ്ടത്. 4 മുൻകൈ മാത്രം കഴുകിയാൽ മതി. ഇതിൻ്റെ ശരിയായ രൂപം 2 കൈയും മുട്ടോടുകൂടി കഴുകുക. 2 കൈയും മുട്ടോടുകൂടി കഴുകുക. ചോദ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം സ്വയം ശീലിക്കാം. മുഖം ശരിയായി കഴുകുന്ന രൂപം. മുഖം വുളൂയിൽ കഴുകുന്ന ശരിയായ രൂപം നമ്മൾ ശീലിക്കണം സ്വയം ചെയ്തുകൊണ്ട്. 2 നിയത്തോടുകൂടി മുഖം കഴുകുന്ന രൂപം. മുഖം കഴുകുന്നതോടൊപ്പമായിരിക്കണം നിയത്ത് ചെയ്യേണ്ടത് എന്നാണ്. 3 2 കാലുകൾ ഞെരിയാണി ഉൾപ്പെടെ കഴുകുന്ന രൂപം. കാലുകൾ കഴുകുമ്പോൾ ഞെരിയാണി ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന രൂപമായിരിക്കണം നമ്മൾ കഴുകേണ്ടത്. ആ രൂപത്തിലാണ് കഴുകേണ്ടത് എന്ന്. 3ാം ക്ലാസ്സിലെ ഫിഖഹിൻ്റെ 6ാമത്തെ പാഠം വുളൂഇൻ്റെ സുന്നത്തുകൾ. വുളൂഇൻ്റെ സുന്നത്തുകളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് നോക്കാം. വുളൂഇന് ഫർളുകൾ മാത്രമല്ല സുന്നത്തുകളുമുണ്ട്. വുളൂഇന് ഫർളുകൾ മാത്രമല്ല സുന്നത്തുകളുമുണ്ട്. ഫർളുകൾ മാത്രം ചെയ്തുകൊണ്ട് വുളൂ ചെയ്താലും വുളൂ ശരിയാവും. ഫർളുകൾ മാത്രം ചെയ്തുകൊണ്ട് വുളൂ ചെയ്താലും വുളൂ ശരിയാവും. സുന്നത്തുകൾ കൂടി ചെയ്താൽ മാത്രമേ പൂർണ്ണമായ വുളൂ ആവുകയുള്ളൂ. സുന്നത്തുകൾ കൂടി ചെയ്താൽ മാത്രമേ പൂർണ്ണമായ വുളൂ ആവുകയുള്ളൂ. വുളൂഇൻ്റെ സുന്നത്തുകൾ നമുക്ക് പരിചയപ്പെടാം. വുളൂഇൻ്റെ സുന്നത്തുകൾ: 1 ഖിബിലയിലേക്ക് മുന്നിടുക. ഖിബിലയിലേക്ക് മുന്നിടുക അഥവാ വുളൂ ചെയ്യുമ്പോൾ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെ
നമ്മൾ വുളൂ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വുളൂവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയത്തോടു കൂടി ഔദും ബിസ്മിയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ എന്ന് ചൊല്ലിക്കൊണ്ട് മുൻകൈ രണ്ടും കഴുകുക. മുൻകൈ രണ്ടും കഴുകുമ്പോൾ നാം പറയേണ്ടതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. അടുത്തത് മിസ്വാക്ക് ചെയ്യുക. മിസ്വാക്ക് ചെയ്യുക അഥവാ പല്ല് തേക്കുക. അത് വുളൂഇൻ്റെ ഒരു സുന്നത്താണ്. അടുത്തത് വായിൽ വെള്ളം കൊപ്പിളിക്കുക, അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. വായിൽ വെള്ളം കൊപ്പിളിക്കുക, അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. അടുത്തത് നിയ്യത്ത് ഉച്ചരിക്കുക. വുളൂഇൻ്റെ ഫർളിനെ വീട്ടുന്നു എന്ന മുഖം കഴുകുമ്പോഴുള്ള നിയ്യത്ത് ഉച്ചരിക്കൽ എന്താണ്? സുന്നത്താണ്. അടുത്തത് 2 കൈയും മുട്ടിന് മുകളിലേക്ക് കൂടി കഴുകുക. കൈ രണ്ടും മുട്ട് ഉൾപ്പെടെ കഴുകലാണ് ഫർള്. മുകളിലേക്ക് കൂടി കഴുകൽ അത് സുന്നത്താണ്. അടുത്ത തല മുഴുവനും തടവുക. തലയിൽ നിന്ന് അല്പം തടവലാണ് ഫർള്, എന്നാൽ തല മുഴുവനും തടവൽ സുന്നത്താണ്. അടുത്ത 2 ചെവികളും ഉള്ളും പുറവും തടവുക. 2 ചെവി ഉള്ളും പുറവും തടവുക, അത് സുന്നത്താണ്. അടുത്ത മുഖം കൈകാലുകൾ നീട്ടി കഴുകുക. മുഖം കുറച്ചുകൂടി അതിൻ്റെ അതിർത്തി കഴിഞ്ഞും കഴുകുക. കൈകാലുകളും അതേപോലെ അതിൻ്റെ അതിർത്തി കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗവും കൂടി ഉൾപ്പെടുന്ന രൂപത്തിൽ കഴുകുക. അടുത്തത് കൈകാലുകൾ കഴുകുമ്പോൾ വലതിനെ മുന്തിക്കുക. കൈയും കാലും കഴുകുമ്പോൾ വലതിനെ മുന്തിക്കണം. അടുത്തത് മുകളിൽ പറഞ്ഞതെല്ലാം 3 തവണ ചെയ്യുക. നമ്മളിവിടെ പറഞ്ഞ വുളൂഇൻ്റെ കഴുകപ്പെടുന്ന കാര്യങ്ങളെല്ലാം, തടവപ്പെടുന്ന കാര്യങ്ങളെല്ലാം 3 പ്രാവശ്യം അഥവാ 3 തവണ ചെയ്യുക. അടുത്തത് അവസാനം 2 കൈയും കണ്ണും ആകാശത്തേക്ക് ഉയർത്തി ദുആ ചെയ്യുക. വുളൂ കഴിഞ്ഞ ശേഷം 2 കൈയും കണ്ണും ആകാശത്തേക്ക് ഉയർത്തി ഒരു ദുആ ചെയ്യണം. ആ ദുആ ഇങ്ങനെയാണ്: അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. ഈ ദുആ ആണ് വുളൂ കഴിഞ്ഞ ശേഷം 2 കൈയും കണ്ണും മേലോട്ടുയർത്തി നമ്മൾ ദുആ ചെയ്യേണ്ടത്. ഇനി ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൻ്റെ 1ാമത്തെ ഭാഗം വുളൂ, സുന്നത്ത് എന്നിവ വേർതിരിക്കാം. ഫർള്, സുന്നത്ത് എന്നിവ വേർതിരിക്കാം. താഴെ കൊടുത്ത ചില കാര്യങ്ങളിൽ ഫർളുകളുമുണ്ട്, സുന്നത്തുകളുമുണ്ട്. ഏതാണ് ഫർള്, ഏതാണ് സുന്നത്ത് എന്ന് നമുക്ക് നോക്കാം. എല്ലാം 3 പ്രാവശ്യം ചെയ്യൽ സുന്നത്താണ്. എല്ലാം 3 പ്രാവശ്യം ചെയ്യൽ സുന്നത്താണ്. 2 മുഖം കഴുകുക ഫർളാണ്. മുഖം കഴുകുക ഫർളാണ്. ചോദ്യം 3 മുൻകൈ കഴുകുക സുന്നത്താണ്. മുൻകൈ കഴുകുക സുന്നത്താണ്. 4 വുളൂഇന് ശേഷം ദുആ ചെയ്യൽ സുന്നത്താണ്. വുളൂഇന് ശേഷം ദുആ ചെയ്യൽ സുന്നത്താണ്. 5 ഓരോന്നും വഴിക്ക് വഴിയായി ചെയ്യൽ ഫർളാണ്. ഓരോന്നും വഴിക്ക് വഴിയായി ചെയ്യൽ ഫർളാണ്. 6 ചെവി തടവൽ സുന്നത്താണ്. ചെവി തടവൽ സുന്നത്താണ്. 7 തല അല്പം തടവൽ ഫർളാണ്. തല അല്പം തടവൽ ഫർളാണ്. 8 തല മുഴുവൻ തടവൽ സുന്നത്താണ്.
തല മുഴുവൻ തടവൽ സുന്നത്താണ്. തല മുഴുവൻ തടവൽ സുന്നത്താണ്. ഇതാണ് ഫർളും സുന്നത്തും വേർതിരിച്ചു കൊണ്ടുള്ളത്. അടുത്ത തദ്രീബത്തിൻ്റെ ഭാഗം ചെയ്തു ശീലിക്കാം. ഒന്ന്, വായിലും മൂക്കിലും വെള്ളം കയറ്റി പുറത്തേക്ക് വിടുന്നത്. അത് നമ്മൾ ശീലിക്കുക. വായിൽ വെള്ളം കയറ്റി ചീറ്റുകയും വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുന്ന രൂപം നമ്മൾ അത് ശീലിച്ചു കൊണ്ട് ശരിയപ്പെടുത്തുക. 2, വുളു ചെയ്യുമ്പോൾ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കാം. വുളു ചെയ്യുമ്പോൾ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇനി നമുക്ക് പൂർണ്ണമായ വുളു ചെയ്യുക. പരിശീലനമാണ്. വുളു പൂർണ്ണമായ വുളു, ഫർളുകളും സുന്നത്തുകളും ഉൾക്കൊണ്ടിക്കൊണ്ടുള്ള വുളു എങ്ങനെയാണോ അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് ശീലിക്കുക. നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.